റെഡ്മി 13C, റെഡ്മിയുടെ പുതിയ ബഡ്ജറ്റ് ലൈനപ്പിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ. ഫസ്റ്റ് ഇംപ്രഷനിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ബഡ്ജറ്റ് ഫോണാണ് തോന്നുകയില്ല. ലൈക്ക് ഇത് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ ഉണ്ട്, HD ഡിസ്പ്ലേ ആണ്. ബട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേയിലുള്ള ഡിസ്പ്ലേ ആണെന്നല്ല, എന്നാലും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഉണ്ട്. ഡ്യുവൽ ക്യാമറ സിസ്റ്റം, ആഡ്സ് ഇല്ല. അതുപോലെ തന്നെ ഇതിന്റെ ഡിസൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ഡിസൈനിലാണ് വരുന്നത്. ഈ വെർഷൻ വരുന്നത് ഈ കളർ, അതായത് ഗ്രീൻ കളറും അതുപോലെ തന്നെ പിന്നെ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ബ്ലാക്ക് കളർ ഇത് 4G വേരിയന്റ് ആണ്. 5G വേരിയന്റ് ഉണ്ട്, ബട്ട് അത് എടുക്കണോ വേണ്ടതെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ഇതുവരെ അടിപൊളിയാണ്. പിന്നെ ഏത് മണ്ടനാണോ റെഡ്മിയുടെ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് ഒരു സ്റ്റിക്കർ ഉണ്ടായിട്ട് ഇവിടെ ഉണ്ടായി കുത്തിണ്ടാക്കുന്നത്. ലൈക്ക് ഈ സ്റ്റിക്കർ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ഓൺ ദ ബോക്സ് എക്സ്പീരിയൻസ് അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് ഫോൺ വാങ്ങുക എന്നുള്ള പോലെയാണ് നമുക്ക് തോന്നിയിരുന്നുള്ളൂ. എനിവേ അത് കാര്യമില്ല, കാരണം നമുക്കിത് പീൽ ഓഫ് ചെയ്ത് കളയാം. പേടിക്കേണ്ട, ഇത് പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വാറന്റി ഒന്നും പോവുകയില്ല. പിന്നെ ഓൺ ദ ബോക്സ് എക്സ്പീരിയൻസ് ഇതാണ്. ബോക്സ് നമുക്കിതിൽ സ്റ്റഫ്സ് ഉണ്ടായിരിക്കും, അതായത് ഐഫോൺ അല്ല റെഡ്മിയാണ്. സോ നമുക്കൊരു കേബിളും കിട്ടും, അതുപോലെ തന്നെ ബ്രിക്കും കിട്ടും. പിന്നെ നമ്മുടെ യൂഷ്വൽ സിം ഇജക്ടർ ടൂൾ. ഐ എം റീഡിങ് ദാറ്റ്. I am just happy for you. So go away. സോ അതാണ് ഓൺ ദ ബോക്സ് എക്സ്പീരിയൻസ്. ബോക്സിൽ കാര്യമായിട്ട് പിന്നെ ഒന്നുമില്ല. പിന്നെ ചാർജർ 10 വാട്ടിൻ്റെ ചാർജറാണ് കിട്ടുകയുള്ളൂ. നമുക്ക് 18 വാട്ട് വരെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അത് നമ്മൾ വേറെ കാശ് കൊടുത്ത് വാങ്ങണം. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, കാരണം ഫോൺ വാങ്ങി കഴിഞ്ഞാൽ ആർത്തിയാണ്, നമ്മൾ വെയിറ്റ് ചെയ്യുകയൊന്നുമില്ല. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് ഇൻഡോറിൽ തോന്നുന്നത്. ഫുൾ HD അല്ല, HD ഡിസ്പ്ലേ ആണ്. സോ പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ, ആൻഡ്രോയിഡ് 14 അല്ല റൺ ചെയ്യുന്നത്, ആൻഡ്രോയിഡ് 13 ആണ്. ആൻഡ്രോയിഡ് 14 വരുന്നത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്പെക്സ് ഒന്നും എടുത്തേക്കണെങ്കിൽ വലിയ സ്പെക്സ് ഒന്നുമില്ല. നമ്മുടെ മീഡിയ ടെക്കിൻ്റെ G85, അതായത് 12 നാനോമീറ്ററിൽ വരുന്ന പ്രോസസ്സറാണ്, പഴയ പ്രോസസ്സറാണ്. ഈ പ്രൈസിൽ അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഏകദേശം. ചില ആൾക്കാർ അവരുടെ എത്രയാ $1000 ഫോണിലും ലൈക്ക് $900 ഫോണിലും ഇതുവരെ 60 ഹെർട്സിൽ നിന്ന് മാറാത്തവരുണ്ട്. സോ ആപ്പിൾ സാർ കണ്ടുപിടിക്കൂ. പിന്നെ ഇത് 13C അതുപോലെ തന്നെ 13C 5G എന്ന് പറഞ്ഞാൽ 2 വേരിയന്റിലാണ് വരുന്നത്. ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5G കണ്ടതോടെ 5G പിടിച്ചിട്ട് കയറിപ്പോയി ആ ഫോൺ എടുക്കാൻ നിൽക്കരുത്. ഇത്തിരി വില കൂടുതലുണ്ട്. നിങ്ങൾ 5G വെർഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ മെയിൻ കാരണം നമുക്ക് അതിൽ ഡിമെൻസിറ്റിയുടെ കുറച്ചുകൂടി ബെറ്റർ പ്രോസസ്സർ വരുന്നുണ്ട്. സിറ്റി മറ്റേ 6100+ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സറാണ് വരുന്നത്. നമ്മളെ 6 നാനോമീറ്റർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. സോ കുറച്ചുകൂടി ഹോഴ്സ് പവർ ഉണ്ടാവും, അതുപോലെ തന്നെ ബെറ്റർ എഫിഷ്യൻ്റ് ആയിരിക്കും. ഇതിന് വേണ്ടി മാത്രമാണ്, അതായത് കുറച്ചുകൂടി നമുക്ക് ഹോഴ്സ് പവർ വേണം, അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആവണം എന്നുള്ള റീസണിൽ വെച്ച് മാത്രമാണ് ആ 13C 5G എടുക്കേണ്ടുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ 5G ഇപ്പോൾ എടുത്തൊന്നും നമ്മുടെ 4G യൂസ് ചെയ്യുന്ന പോലെ വരാൻ പോകുന്നില്ല. നമ്മളെ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ ഉണ്ടാവും, ബട്ട് നമ്മൾ സാധാരണ നോർമലി 4G യൂസ് ചെയ്യുന്ന പോലെ 5G എത്തണമെങ്കിൽ ഏകദേശം ഒരു 3, 4, 5 കൊല്ലം മിക്ക ചെയ്ത് കൊടുക്കും. കാരണം അതൊരു $1 ബില്യൺ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ആണ്. നമ്മുടെ 4G വന്ന പോലെ ഓരോ ടവറിലും പോയി അപ്ഗ്രേഡ് മോഡ്യൂൾസ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആവില്ല. അതിന് വേണ്ടിയിട്ട് കുറേ ടവറുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാനുണ്ട്. സോ ഇതിവിടെ പറയാൻ കാരണം പറഞ്ഞാൽ നമ്മൾ മിക്ക ആൾക്കാരും ഈ ഫോണ് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ ഹെവി യൂസേഴ്സ് അല്ലാത്തവർക്കാണ് നമ്മൾ ഈ ഫോൺ വാങ്ങിക്കുക. അങ്ങനെയുള്ളവർക്കാണ് ഈ ഫോൺ വാങ്ങേണ്ടതുള്ളൂ. സോ വെറുതെ ഇനിയും വരാൻ കിടക്കുന്ന 5Gയുടെ പേര് വെച്ചാൽ നിങ്ങൾ അതിൽ എക്സ്ട്രാ ക്യാഷ് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ക്യാമറ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് എന്നാണ് അവർ പറയുന്നത്. ക്യാമറ തന്നെ 2 രീതിയിലാണ് എത്തിച്ചത്. ഒന്ന്, നമ്മൾ ബഡ്ജറ്റ് ഫോണാണ്, സോ നമ്മൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല ക്യാമറയിൽ. ബട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എല്ലാം കിട്ടുന്നുണ്ട്. ഞാൻ പുറത്ത് പോയിട്ട് നമ്മുടെ പൂവിൻ്റെ ഒന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. പക്ഷേ ഫോട്ടോ എടുക്കുമ്പോൾ ചില സമയത്ത് ഓവർ ഷാർപ്പനിങ് ഉണ്ട്, അതല്ലാതെ വേറെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ക്യാമറയിൽ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അഡ്വർടൈസ് ചെയ്തിട്ടുള്ളത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് അഡ്വർടൈസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഞാനൊരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ ക്യാമറ ഓണാക്കി നമ്മുടെ ഈ ലെൻസ് പൊത്തി പിടിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ലെൻസും യൂസ് ചെയ്യുന്ന സമയം കഴിഞ്ഞു. ആ ലെൻസിലേക്ക് സ്വിച്ച് ആവുന്നില്ല. നമുക്ക് വീഡിയോ എടുത്ത് നോക്കാം, വീഡിയോയിൽ 2 ലെൻസ് കിട്ടിയതോ. മാക്രോ ഓണാക്കിയാൽ മാത്രമാണ് ആ ട്രിപ്പിൾ ക്യാമറ രണ്ടാമത്തെ സെറ്റപ്പിൽ പറയുന്ന സംഭവത്തിൽ ഏതെങ്കിലും ഒരു ലെൻസ് വർക്ക് ആവുകയുള്ളൂ. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് അഡ്വർടൈസ് ചെയ്താൽ പോരെ. സോ ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു ദിവസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി ബാറ്ററി ലൈഫ് നമ്മൾ 90 ഹെർട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ദിവസം ഒന്നും കഷ്ടിച്ച് പോലും നിൽക്കില്ല. 60 ഹെർട്സ് ആണെങ്കിൽ നമുക്ക് നോക്കാം,
ഒരു ദിവസം എല്ലാം ഏകദേശം കിട്ടും നമുക്ക്. നമ്മുടെ എൻഡ് ഓഫ് ദി ഡേ ആകുമ്പോഴേക്കും മിനിമം ബാറ്ററി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ ഭയങ്കര ഹെവി യൂസറാണ് ഇൻസ്റ്റാഗ്രാം. എൻ്റെ വാച്ച് ടൈം എല്ലാം മറ്റേ നമ്മുടെ സ്ക്രീൻ ടൈം എല്ലാം ഏകദേശം 6 hours ഒക്കെ ഉണ്ടായിരിക്കും എനിക്ക്. സോ അങ്ങനെ ഒരു ഹെവി യൂസർ ആണെങ്കിൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാം ഹെവി യൂസർ ആണെങ്കിൽ ഒരു ദിവസം എങ്ങനെയൊക്കെ 60 Hz കഷ്ടിച്ച് നിൽക്കും. പിന്നെയുള്ള കാര്യമാണ് ഗെയിമിങ്. നമ്മൾ ബഡ്ജറ്റ് ഫോൺ ആണെങ്കിലും മിക്ക ആൾക്കാരും അത്യാവശ്യം ഗെയിമിങ്ങിന് പറ്റുമോ എന്നൊക്കെ ഒരു തോട്ട് ഉണ്ടായിരിക്കും. ബട്ട് നമുക്ക് എല്ലാ ഗെയിമും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുമെല്ലാം നമുക്ക് നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് സെറ്റിങ്സിലിട്ട് സ്മൂത്തിൽ കളിക്കാം. അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം അതിനു മുമ്പുള്ള ഹോഴ്സ് പവർ ഒന്നും ഇതിന് ഇല്ല. സോ ഓവറോൾ നമ്മുടെ വീട്ടുകാർക്കും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനെല്ലാം ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഫോണാണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വലിയ ഫോൺ മാനുഫാക്ചേഴ്സ് എല്ലാം മറന്നു പോയതും അവഗണിച്ച് വെച്ച കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഒന്ന്, ഹെഡ്ഫോൺ ജാക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അറിയില്ല, ബട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണ് ഈ ഓട്ട. അതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് SD കാർഡ് സപ്പോർട്ടും ഉണ്ട്. എക്സ്റ്റേണൽ SD അത്യാവശ്യമുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് ബേസ് വേരിയൻ്റ് എടുത്ത് വേണമെങ്കിൽ SD കാർഡ് ഇട്ടാലും മതി. സോ SD കാർഡും ഇതുള്ളത് കൊണ്ട് തന്നെ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് മാത്രമാണ് IP റേറ്റിംഗ് ഉള്ളൂ. സോ ജസ്റ്റ് നമ്മൾ വെള്ളം തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും പറ്റില്ല, ഉള്ളിൽ കയറിയില്ലെങ്കിൽ. ഇത്ര തന്നെ ഉള്ളൂ. അതാണ് സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് ആൻഡ് ഡസ്റ്റ് പ്രൂഫ്. പിന്നെ ഇത് പ്ലാസ്റ്റിക് എലോയാണ്. അതായത് ഈ ബോഡി പ്ലാസ്റ്റിക് ആണെന്നാണ് അവർ പറയുന്നത്. ബട്ട് കാണുമ്പോൾ നമ്മുടെ ടൈറ്റാനിയം അതുപോലെ തന്നെ നമ്മുടെ മെറ്റൽ ബോഡി പോലെയാണ് തോന്നുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു, ഇത് ഈ മെറ്റലാണോ അതോ പ്ലാസ്റ്റിക് ആണോ വേണ്ടി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ആണെന്ന് കാണിക്കുന്നത്. ബട്ട് കാണുമ്പോൾ മെറ്റൽ പോലെയാണ് തോന്നുന്നത്. ലൈക്ക് നമ്മുടെ സൈഡിലെല്ലാം ഇതിനൊരു മെറ്റലിൽ കാണുന്നൊരു ടെക്സ്ചർ ഉണ്ടാവില്ല. ബട്ട് ഫിംഗർ പ്രിൻ്റ് ഇല്ല, അതുകൊണ്ട് വലിയ പ്ലാസ്റ്റിക് തന്നെ ആയിരിക്കും. പിന്നെ ക്യാമറ വരുന്നത് നമ്മുടെ 50 MP ഒരു ബാക്ക് ക്യാമറയും അതുപോലെ തന്നെ 8 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. പിന്നെ മെഗാപിക്സലിലൊന്നും കാര്യമില്ല എന്ന് നിങ്ങൾക്കറിയാലോ, ഞാനായിട്ട് വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നമ്മുടെ നോർമൽ ഡേ ടു ഡേ ലൈഫിന് വലിയ ഹെവി യൂസേഴ്സ് അല്ലാത്തവർക്ക് പറ്റിയൊരു അത്യാവശ്യം നല്ല ഫോണാണ്. ഞാനിതിവിടെ വാങ്ങിയത് 9000 rupeesലാണ്. അതായത് ഇവിടുത്തെ 399 EED. നമ്മുടെ നാട്ടിൽ ഏകദേശം 10ൻ്റെ അടുത്ത് വരും. 6 GB ആണ്. സോ 10ൻ്റെ അടുത്ത് എന്തായാലും വരും.